എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ലിസ്റ്റ് ഫങ്ഷൻസ് ആണ്. എങ്ങനെ നമ്മൾ പുതിയൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം തന്നെ ജനറേറ്റ് ലിസ്റ്റ് ക്രിയേറ്റ്. ഇവിടെ നമുക്ക് ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഐറ്റം 1, ഐറ്റം 2, ഐറ്റം 3 എന്ന് പറഞ്ഞ് കിട്ടും. ഇതിന് നമുക്കൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നുകിൽ കോഡ് ബ്ലോക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കോഡ് ബ്ലോക്ക് വരും. 1, 2, 3, 4, 5, 6. നമ്മൾ 6 ഐറ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ 2 ഐറ്റം കൂടി ആഡ് ചെയ്യണം. കണക്ട് ചെയ്തു. 1, അപ്പോൾ നമ്മൾ ഔട്ടിൽ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ആയി. ഒന്നുകിൽ ഇങ്ങനെ നമുക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത നോഡാണ് റേഞ്ച്. ഈ റേഞ്ച് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ റേഞ്ചിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഇതിന് നമുക്ക് 3 ഇൻപുട്ട്സ് ആണ് വേണ്ടത്. ഒന്ന് സ്റ്റാർട്ട്, ഒന്ന് എൻഡ്, ഒന്ന് സ്റ്റെപ്പ്. സ്റ്റാർട്ട് പേര് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ലിസ്റ്റിലെ ആദ്യത്തെ എലമെന്റ് ഏതാണ്. അപ്പം ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 വെച്ചിട്ട് തന്നെ. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് ഷിഫ്റ്റ് അമർത്തിയിട്ട് കൺട്രോൾ അമർത്തി ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആവും. സ്റ്റാർട്ട് 1 കൊടുത്തു. ഇനി ഞാൻ കൊടുക്കാൻ പോകുന്നത് എൻഡ് 10 എന്ന് പറയുമ്പോൾ 1 തൊട്ട് 10 വരെയുള്ള ലിസ്റ്റ്. ഇനി സ്റ്റെപ്പ് 1 തന്നെ കൊടുക്കാൻ പോകുന്നത്. 1 കൊടുത്ത് ഔട്ടിൽ നോക്കി കഴിഞ്ഞാൽ റിസൾട്ട് നോക്കി കഴിഞ്ഞാൽ 1 മുതൽ 10 വരെയുള്ള ഒരു ഇൻഡിജറിന്റെ ഒരു ലിസ്റ്റ് കിട്ടി. ഇനി സ്റ്റെപ്പ് 2 ആക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്പോൾ നമുക്ക് ഒറ്റ സംഖ്യകൾ കിട്ടും. 1, 3, 5, 7, 9. ഇനി 3 കൊടുത്താലോ 1, 4, 7, 10 ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ ഡിഫറൻസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് കണ്ടിന്യൂസ് നമ്പേഴ്സ് ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് 1 കൊടുക്കുക. അല്ല ഓഡ് നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ 2 കൊടുക്കുക. ഓക്കെ, ഇതാണ് വ്യത്യാസം, റേഞ്ച് തമ്മിലുള്ള വ്യത്യാസം. ഇനി സീക്വൻസിൽ നമുക്ക് കാണാൻ പറ്റും 3 ഇൻപുട്ട് തന്നെയാണ് വേണ്ടത്. ഒന്ന് സ്റ്റാർട്ട്, ഒന്ന് എമൗണ്ട്, ഒന്ന് സ്റ്റെപ്പ്. സെയിം തന്നെ നമുക്കൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. സ്റ്റാർട്ട് 1 തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റെപ്പ് വീണ്ടും 1 തന്നെ. എമൗണ്ട് എത്ര എമൗണ്ട് വേണം? ഞാൻ 5 ആണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? റിസൾട്ട് നോക്കിയേ, എന്താ 5 വരെ 1, 2, 3, 4, 5. ഞാൻ ഈ എമൗണ്ട് എമൗണ്ട് 5 എന്നുള്ളത് മാറ്റി 10 കൊടുക്കണമെന്നുണ്ടെങ്കിലോ സെയിം 10. ഇനി 6 മാറ്റി കൊടുത്താലോ 6 വരെയുള്ളതായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ 3 നോഡുകൾ തമ്മിലുള്ള വ്യത്യാസം. ലിസ്റ്റ് നമുക്ക് നമ്മുടെ ആവശ്യം എന്താണോ അതനുസരിച്ചാണ് നമ്മൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതിൽ കോമ്പിനേഷൻ ഇവിടെ ഇതിന് 3 ഇൻപുട്ടാണ് വേണ്ടത്. ഇതിൽ ആദ്യത്തെ ഇൻപുട്ട് ലിസ്റ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലിസ്റ്റിന് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ലെങ്ത്, ഇവിടെ ലെങ്ത് പറയുന്നത് ലെങ്ത് ഓഫ് ഈച്ച് കോമ്പിനേഷൻ. ഞാൻ ഇപ്പോൾ 2 കൊടുക്കാൻ പോവാം. ലെങ്ത്. ഇനി റിസൾട്ട് നോക്കിയേ, ഇതുണ്ടോ? അതായത് ഇങ്ങനെ ഒരു കോമ്പിനേഷനിലൊരു സബ് ലിസ്റ്റുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ലിസ്റ്റ് ഡോട്ട് കോമ്പിനേഷൻസ് എന്നുള്ള നോഡിന്റെ ഫംഗ്ഷൻ അതാണ്. അതായത് നോക്കിയാൽ അറിയാം, ഇവിടെ നമ്മൾ ഇൻപുട്ടിൽ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് 1 to 10 വരെയാണ്. അപ്പോൾ ഇതിൽ സബ് ലിസ്റ്റുകൾ തന്നെ വന്നിരിക്കുന്നത് 1, 2, 1, 3, 1, 4, 1, 5 അങ്ങനെ. അതായത് ഇവിടെ നമ്മൾ 2 കൊടുത്തുകൊണ്ടാണ് ഒരു സബ് ലിസ്റ്റിൽ 2 വരുന്നത്. ഇനി നമ്മൾ മാറ്റി 3 കൊടുത്തു നോക്കി. 3 കൊടുക്കുമ്പോൾ സബ് ലിസ്റ്റിൽ 3 വരും. അതായത് ആദ്യത്തെ 1, 2, 3, പിന്നെ 1, 2, 4, പിന്നെ 1, 2, 5 അങ്ങനെ പോകും. ഇത് നമുക്ക് എവിടെയാണ് ഇതിന്റെ ഒരു യൂസേജ് വരണേന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. നമുക്ക്
അങ്ങനെ യൂസേജ് വരികയാണെങ്കിൽ നമ്മളിത് ഉപയോഗിക്കണം. ഇതാണ് ലിസ്റ്റ് ഓഫ് ഡോട്ട് കോമ്പിനേഷൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോഡിന്റെ ഫംഗ്ഷൻ. ഇനി സൈക്കിള് ഇതുപോലെ തന്നെ രണ്ട് ഇൻപുട്ടാണുള്ളത്, ലിസ്റ്റ്, എമൗണ്ട്. ലിസ്റ്റ് നമ്മൾ ഈ ലിസ്റ്റ് 1 2 3 4 5 6 ഈ ലിസ്റ്റ് ഇത് ചെയ്യാണ്. എമൗണ്ട് ഞാൻ 2 കൊടുക്കുകയാണ്. എന്താ സംഭവിക്കുന്നത് നോക്കാം. റിസൾട്ട് നോക്കി കഴിഞ്ഞാൽ ഇതിനെ വീണ്ടും, അതായത് 1 2 3 4 5 6 എന്ന് പറയുന്ന ആ ലിസ്റ്റിന്റെ കൂടെ വീണ്ടും ഒരു 1 2 3 5 6 ആഡ് ചെയ്യണം ചെയ്യുന്നത്. അപ്പൻഡ് ചെയ്ത് വരുന്നു കണ്ടോ. 1 2 3 4 5 6 വീണ്ടും 1 2 3 4 5 6. അതാണ് ലിസ്റ്റ് ഡോട്ട് സൈക്കിൾ എന്ന് പറയുന്ന നോഡിന്റെ ഫംഗ്ഷൻ. ഇനി ലിസ്റ്റ് ജോയിൻ, ഇത് നമ്മൾ മുമ്പത്തെ പല വീഡിയോസിലും നമ്മളിത് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ രണ്ട് ലിസ്റ്റ് ജോയിൻ ചെയ്യാൻ പോവാണ്. ഒന്ന് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ലിസ്റ്റും, രണ്ട് ഇതും. റിസൾട്ട് എന്തായിരിക്കും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ 6 പ്ലസ് 10 6 പിന്നെ രണ്ടും കൂടി ജോയിൻ ചെയ്തു, അത്രയേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ നമുക്കൊരു എം ടി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള നോഡാണ് ഇത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇതിലൊരു കാര്യം പറയാൻ വിട്ടുപോയത്, ഇതിലിപ്പം 2 കോളം കാണാം. ഒന്ന് ഗ്രേ ബോക്സിന്റെ ഉള്ളിലുള്ള 0 1 2 3 4 5 6 15 എന്നുള്ളതും റൈറ്റ് സൈഡിലും. ഇതിൽ ഗ്രേ ബോക്സിന്റെ ഉള്ളിലുള്ള വാല്യൂ ഇതിനെ പറയുന്നതാണ് നമ്മൾ ഇൻഡെക്സ്. അതായത് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 0 ഇൻഡെക്സിൽ നമ്മുടെ ഫസ്റ്റ് ഡാറ്റ വന്നിരിക്കണം. നമ്മൾ ലിസ്റ്റിന്റെ ഫസ്റ്റ് എലമെന്റ് 1 പക്ഷെ അതിന്റെ ഇൻഡെക്സ് 0 ആയിരിക്കും. ഇതൊരു എന്താ പറയുക, നമ്മുടെ ഒരു പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് അങ്ങനെ തന്നെയാണ്. ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താലും അതിന്റെ കൺസെപ്റ്റ് അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരു ലിസ്റ്റിന്റെ ഉള്ളിലുള്ള ഫസ്റ്റ് ഐറ്റത്തിന് അതിന്റെ ഇൻഡെക്സ് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വിട്ടുപോയതാണ്. ഇതിന് മുമ്പുള്ള വീഡിയോസിലും നമ്മൾ പലപ്പോഴും ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഈ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കാം.